ആദിവാസികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട പൊതുതാൽപര്യ ഹർജിയിൽ നിന്ന് പിന്മാറാനുള്ള ആര്യടൻ ഷൗക്കത്തിന്റെ ആവശ്യം കോടതി വിസമ്മതിച്ചു. എംഎൽഎയായി തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ ആദിവാസി സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. നിലമ്പൂർ താലൂക്കിലെ ആദിവാസികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട പൊതുതാൽപര്യ ഹർജിയുമായി ആര്യടൻ ഷൗക്കത്ത് 2023 ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. നിലമ്പൂർ താലൂക്കിലെ പോത്തുകൽ, വഴിക്കടവ്, കരുളായി പഞ്ചായത്തുകളിലെ ആദിവാസികളുടെ ദുരിതജീവിതം പരിഹരിക്കാൻ പഠനം നടത്തി റിപ്പോർട്ട് നൽകാൻ ട്രൈബൽ മോണിറ്ററിംഗ് കമ്മിറ്റിയോട് നിർദ്ദേശിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. ഹർജിയിൽ നിന്ന് പിന്മാറാൻ ആര്യടൻ ഷൗക്കത്ത് കോടതിയോട് അനുവാദം തേടിയെങ്കിലും ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വിസമ്മതിച്ചു. എംഎൽഎയായി തെരഞ്ഞെടുക്കപ്പെട്ട ആര്യടൻ ഷൗക്കത്തിന് ആദിവാസി സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തമുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. എംഎൽഎ എന്ന നിലയിൽ വിഷയത്തിൽ ഷൗക്കത്ത് ഇടപെടണമെന്നും നടക്കാതെ വന്നാൽ വീണ്ടും കോടതിയെ സമീപിക്കാമെന്നും ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. 2023 ആര്യടൻ ഷൗക്കത്ത് കോടതിയെ സമീപിച്ചത്. വനത്തിനുള്ളിലെ കോളനികളിൽ ആദിവാസികളുടെ ദയനീയ ജീവിതം ചൂണ്ടിക്കാട്ടിയായിരുന്നു പൊതുതാൽപര്യ ഹർജി. ആദിവാസി ഊരുകളിലെ അടിസ്ഥാന സൌകര്യങ്ങളുടെ അഭാവം, പ്രളയത്തിൽ ഇരുട്ടുകുത്തി പുഞ്ചക്കൊല്ലി പാലങ്ങൾ ഒലിച്ചുപോയത്, വനത്തിനകത്ത് ഷീറ്റ് കൊണ്ട് മറച്ച കൂരയിൽ കഴിയുന്ന ആദിവാസികളുടെ ദുരിതജീവിതം തുടങ്ങിയവ ഷൗക്കത്ത് ഉന്നയിച്ചിരുന്നു. എന്തിനാണ് ഹർജി പിൻവലിക്കുന്നത് എന്ന് ചോദിച്ച കോടതി പ്രദേശത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയ്ക്ക് വിഷയത്തിൽ ഇടപെടാനും നിർദ്ദേശിച്ചു. എംഎൽഎ ആയ സ്ഥിതിക്ക് ഈ വിഷയത്തിൽ ഏറ്റവും നന്നായി ഇടപെടാൻ ആര്യടൻ ഷൗക്കത്തിന് കഴിയുമെന്നും കോടതി പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.